Hi friends, welcome to my YouTube channel. So we can continue our class today. Yesterday we have discussed architecture. So ഇന്ന് നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിലേക്കുള്ള ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ ഈ ഫിഗറിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒരു ഫിഗർ വരയ്ക്കാൻ പറയുവാണെങ്കിൽ ഇതും കൂടെ വരച്ചതിന് നല്ല മാർക്ക് കിട്ടും. അപ്പം മൊബൈൽ സ്റ്റേഷനുണ്ട്, കാർ, ഫോണ് ആൻഡ് നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതിൽ തമ്മിലുള്ള ഇൻ്റർഫേസ് ആണിത്. ഇവിടെ ഈ BTSും BSCയും തമ്മിലുള്ള ഇൻ്റർഫേസിനാണ് നമ്മൾ അബീസ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞത്. സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർഫേസ് ആണ് ഈ അബീസ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. BSCയും MSCയും തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ഈ A ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ MSCയും PSTN പബ്ലിക് നെറ്റ്വർക്കും തമ്മിലുള്ളതാണ് SS7 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിഗർ ഷോ ചെയ്യുന്നത് വാരിയസ് ഇൻ്റർഫേസ് ഓഫ് GSM ആണ് കാണിക്കുന്നത്. അടുത്ത് നമുക്ക് ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. The interfaces which connect the BTS to a BSC called ABIS interface. And ABIS interface carry traffic and for all the manufacturers. So ABIS interface എന്ന് പറഞ്ഞാൽ ട്രാഫിക് ക്യാരി ചെയ്യുന്നത്, നമ്മളൊരു ഡാറ്റ അയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റകളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABIS interface യൂസ് ചെയ്യുന്നത്. And ABIS for each GSM base station manufacturers has suitable subtle differences, thereby forcing service provider to use the same manufacturer for the BTS and base equipment. അപ്പോൾ അബീസ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ GSM ബേസ് സ്റ്റേഷനിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് സെയിം സർവീസ് പ്രൊവൈഡറിനെ അവർ ഫോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം മാനുഫാക്ചർ യൂസ് ചെയ്യുന്നുള്ളത് ഒരു അവരോട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ BTSും BSC എക്യുപ്മെൻറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അബീസ് ഇൻ്റർഫേസിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാനുഫാക്ചറിങ് എക്യുപ്മെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. The BSCs are physically connected by dedicated or leased lines or microwave linked to the MSC. BSCs are physically connected by dedicated or leased lines or microwave linked to the MSC. BSCs are connected with the MSC using leased line or dedicated lines or microwave links. The interface between BSC and MSC is called A interface, which is standardized within GSM. അപ്പോൾ ഇതെന്ന് A ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർഫേസ് ആണ് between MSC and BSC. And A interface uses an SS7 protocol called Signaling Correction Protocol Control Part. അപ്പോൾ SS7 പ്രോട്ടോക്കോൾ ആണ്. SS7 എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ആണ്. A interface uses SS7 protocol called the Signaling Correction Control Part, SCCP. ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് SS7 പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് സിഗ്നലിംഗ് കറക്ഷൻ കൺട്രോൾ പാർട്ട്, വിച്ച് സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ MSC ആൻഡ് BSS. അപ്പോൾ BSSും MSCയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ്. ആസ് വെൽ ആസ് നെറ്റ്വർക്ക് മെസ്സേജ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് MSC. And the A interface allows a service provider to use the base station and switching equipment made by different manufacturer. ഇപ്പോൾ A interface എന്ന് പറഞ്ഞാൽ it allows the service provider to use the base station and switching equipment made by different manufacturers. അപ്പോൾ അതാണ് ഈ ഫിഗേഴ്സിൻ്റെ വാരിയസ് ഇൻ്റർഫേസ് ഇൻ GSMൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പോയിൻ്റായിട്ട് ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ GSM ആർക്കിടെക്ചർ എക്സ്പ്ലനേഷൻ നമ്മൾ 4 പോയിൻറ്റിലൂടെ വെച്ച് നിർത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർഫേസിൻ്റെ എക്സ്പ്ലനേഷൻ ബാക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 7 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി മറ്റേ ആർക്കിടെക്ചറിൻ്റെ എക്സ്പ്ലനേഷൻ ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ BSSനെ പറ്റി നമ്മൾ നോക്കി. ഇനി അടുത്ത NSS ആണ്. NSS ഹാൻഡിൽസ് ദ function of switching of GSM calls between external networks and the BCS in the radio subsystem, and is also responsible for the managing and providing external access to the secured connection customer database. NSS എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വിച്ചിങ് ഓഫ് GSM calls between the external networks and the BCS. BCSും എക്സ്റ്റേണൽ നെറ്റ്വർക്കും തമ്മിലുള്ള സ്വിച്ചിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ NSS യൂസ് ചെയ്യുന്നത്. The MSC is the central unit of NSS and controls the traffic among all the BCS. അപ്പോൾ BCSൻ്റെ ഇടയ്ക്കുള്ള ട്രാഫിക് എല്ലാം ഡാറ്റയും കമ്മ്യൂണിക്കേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ MSC ആണ്. ഈ MSC എന്ന് പറയുന്നതാണ് NSSൻ്റെ ഏറ്റവും സെൻട്രൽ പാർട്ട്. ഇൻ ദി NSS there are 3 different databases. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡാറ്റാബേസസ് ഉണ്ട്. HLR, VLR, AUC. HLR, VLR, AUC. അപ്പോൾ നമ്മളത് ഓർത്ത് വയ്ക്കുക. HLRും
VLRും AUC. HLR എന്ന് പറഞ്ഞാൽ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. നമുക്ക് അതിനെപ്പറ്റി നോക്കാം. കണ്ടെയ്ൻ സബ്സ്ക്രൈബർ ഇൻഫർമേഷൻ ആൻഡ് ലൊക്കേഷൻ ഇൻഫർമേഷൻ ഫോർ ഈച്ച് യൂസർ ഹു റിസൈഡ്സ് ഇൻ ദ സെയിം സിറ്റി അറ്റ് ദ MSC. അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്മൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ ഡാറ്റ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഹോം ലൊക്കേഷൻ രജിസ്റ്ററാണ്. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ ലൊക്കേഷന്, പേര്, അങ്ങനത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് HLR, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഒരു രജിസ്റ്ററാണ്. ഈ സബ്സ്ക്രൈബർ ഇൻ എ പെർട്ടിക്കുലർ GSM മാർക്കറ്റ് ഈസ് അസൈൻഡ് എ യുണീക്ക് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഇൻ്റർനാഷണൽ യുണീക്ക് ID കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മളത് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി IMSI. ആൻഡ് ദിസ് നമ്പർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഈച്ച് ഹോം യൂസർ. അപ്പോൾ ഓരോ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ യൂസ് ചെയ്യുന്നത്. അതാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. അടുത്തെന്ന് പറഞ്ഞാൽ VLR, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. VLR ഈസ് എ ഡാറ്റാബേസ് വിച്ച് ടെമ്പറലി സ്റ്റോർസ് ദ IMSI ആൻഡ് കസ്റ്റമർ ഇൻഫർമേഷൻ ഫോർ ഈച്ച് റോമിംഗ് സബ്സ്ക്രൈബർ ഹൂസ് വിസിറ്റിംഗ് ദ കവറേജ് ഏരിയ ഓഫ് എ പെർട്ടിക്കുലർ MSC. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ സ്റ്റേറ്റിലോട്ടോ വേറെ നേഷനിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പാർട്ടാണ് ഈ VLR എന്ന് വെച്ചാൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. അതൊരു രജിസ്റ്ററാണ്. നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടുത്തെ നാട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ കോൾ ചെയ്യുമ്പോൾ അവിടുത്തെ സിസ്റ്റത്തിൽ GSMൽ നമ്മുടെ ഡാറ്റ ഫീഡ് ചെയ്ത് വയ്ക്കും. അതാണ് എന്നുവെച്ചാൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് വയ്ക്കും. നമ്മുടെ ഈ IMS യൂണീക്ക് മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി നമ്പർ അവിടെ സേവ് ചെയ്ത് വെക്കും. The VLR linked between several adjoining MSCs in a particular market or geographic region and contains the information of the user. ഇപ്പോൾ VLR എന്ന് പറഞ്ഞാൽ സെവറൽ അഡ്ജോയിനിങ് MSC ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും VLR. അതെന്ന് വെച്ചാൽ പ്രത്യേക റീജിയനിലോ പ്രത്യേക മാർക്കറ്റ് ഏരിയകളിലൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇൻഫർമേഷൻ എന്ത് ചെയ്യും VLR സേവ് ചെയ്ത് വയ്ക്കും. സോ വൺസ് എ റോമിംഗ് മൊബൈൽ ഈസ് ലോഗ്ഡ് ഇൻ ദ VLR, MSC സെൻഡ് ദ നെസസറി ഇൻഫർമേഷൻ ടു ദ വിസിറ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് HLR. ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലോട്ട് അതൊരു നെസസറി ആയിട്ടുള്ള information to the visiting subscribers HLR so that calls to the roaming mobile can be approximately routed over the PSTN by the roaming users HLR. അപ്പോൾ നമ്മൾ റോമിംഗ് യൂസേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോൺ ചെയ്യുന്നത് വേറൊരു ലൊക്കാലിറ്റിയിൽ പോയിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ VLRൽ നമ്മുടെ ഡീറ്റെയിൽസ് അവർ ഫീഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളൊരു റോമിംഗ് ആയിട്ട് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഈ MSC എന്ന് പറയുന്നത് നമുക്ക് വേണ്ട നമ്മുടെ ഇൻഫർമേഷൻ ഈ ഹോം ലൊക്കേഷൻ രജിസ്റ്ററിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിന് നമ്മുടെ എക്യുപ്മെൻറ്റിന് എന്ത് ചെയ്യും ഡയറക്റ്റായിട്ട് നമ്മുടെ കോള് ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോള് റൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോള് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് അത് റൂട്ട് ചെയ്ത് തരും. അപ്പോൾ PSTN ഒക്കെ വെച്ച് പബ്ലിക് സ്വിച്ച്ഡ് നെറ്റ്വർക്കുമായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ കോൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് VLR. VLR എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ. അടുത്ത തന്നെ AUC എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ സെൻറ്ററാണ്. ഇറ്റ് ഈസ് സ്ട്രോങ്ലി പ്രൊട്ടക്റ്റഡ് ഡാറ്റാബേസ് വിച്ച് ഹാൻഡിൽസ് ദ ഓതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ കീസ് ഫോർ എവറി സിംഗിൾ സബ്സ്ക്രൈബർ ഇൻ ദ HLR ആൻഡ് VLR. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ പ്രൈവസിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എൻക്രിപ്ഷൻ കീസൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റ നമ്മളെ പറ്റിയുള്ള യൂസർ ഐഡൻറ്റിഫിക്കേഷനും പിന്നെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ AUCയിലാണ്, ഓതൻറ്റിക്കേഷൻ സെൻറ്ററിലാണ്. എന്നുവെച്ചാൽ HLRലും VLRലും ഉള്ള എവറി സിംഗിൾ സബ്സ്ക്രൈബർ ഇൻ ദ HLR ആൻഡ് VLR the data are encrypted and authenticated. It contains a register called the equipment identity register. എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ EIR. അപ്പോൾ ഓതൻറ്റിക്കേഷൻ സെൻറ്ററിൽ ഒരു EIR രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഐഡൻറ്റിഫൈസ് ദ സ്റ്റോളൻ ഓർ ഫ്രോഡൻലി അൾട്ടേർഡ് ഫോൺസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഐഡൻറ്റിറ്റി ഡാറ്റ ഡസ് നോട്ട് മാച്ച് വിത്ത് ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ഏതർ ഇൻ ദ HLR or VLR. അപ്പോൾ നമ്മളൊരു ഫോൺ ഇപ്പോൾ കളഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രജിസ്റ്റർ വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ HLRും VLRും ഉള്ള ഡാറ്റ അതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒറിജിനലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നമ്മുടെ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താനും അത് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പറ്റും. അതിനാണ് ഓതൻറ്റിക്കേഷൻ സെൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് NSSലുള്ള നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സബ്സിസ്റ്റത്തിലുള്ള 3
ഓപ്പറേറ്റീവ് സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള 3 സബ് ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, HLR, VLR, AUC എന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, അപ്പം നമ്മളിപ്പോൾ 5th, 6th, 7th പോയിൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അടുത്ത 9th പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണ് OSS. OSS എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് 1 or more several operation maintenance center OMC, which are used to monitor and maintain the performance of each mobile station, base station and base station controller and MSC within the GSM system. എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് പെർഫോമൻസും അതിനൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ OSS have 3 functions. 9th point, OSS has 3 functions to maintain all telecommunication hardware and network operation within a particular market. മെയിൻറ്റെയിൻ ചെയ്യുക, ടെലികമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഓപ്പറേഷൻസും മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മാനേജ് ഓൾ ചാർജിങ് ആൻഡ് ബില്ലിംഗ് പ്രൊസീജിയേഴ്സ്. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഉള്ള കോളിങ്ങിൻ്റെ ചാർജിങ്ങും ബില്ലിങ്ങും പ്രൊസീജിയേഴ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മാനേജ് ഓൾ മൊബൈൽ എക്യുപ്മെൻറ്റ് ഇൻ ദ സിസ്റ്റം. മൊബൈൽ എക്യുപ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാ മൊബൈൽ എക്യുപ്മെൻറ്റും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത്. അപ്പോൾ 3 ഫങ്ഷൻസാണ് OSSനുള്ളത്. The 10th point എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ GSM സിസ്റ്റം ആൻഡ് OMC എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മെയിൻ്റനൻസ് സെൻ്ററാണ് OMC. OMC is dedicated to each of these tasks and has provision for adjusting all base station parameters and billing procedures, as well as the providing system operators with the ability to determine the performance and integrity of each piece of subscriber equipment in the system. അപ്പോൾ ഈ GSM സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ OMC എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മെയിൻ്റനൻസ് സെൻ്ററാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ ടാസ്കും, ഈ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ ടാസ്കിനെയും അഡ്ജസ്റ്റ് ചെയ്യാനും ബേസ് സ്റ്റേഷനിലോട് അഡ്ജസ്റ്റ് ചെയ്യാനും പാരാമീറ്റേഴ്സും ബില്ലിംഗ് പ്രൊസീജിയേഴ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് OSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് GSM ആർക്കിടെക്ചറിൽ പറയാനുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 3 സ്റ്റേഷൻസിൻ്റെ ഇൻ്റർ കണക്ഷനാണ്. ആ ബേസ് സ്റ്റേഷൻ ആണെങ്കിൽ ബേസ് സ്റ്റേഷൻ NSS, BSS, NSS, OSS ഈ 3 എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നെ എവിടെ ആണെങ്കിൽ VLR, HLR, ഓതൻറ്റിക്കേഷൻ സെൻറ്റർ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർഫേസസിൻ്റെ ടൈപ്പ് ഓഫ് ഇൻ്റർഫേസസ് ഇൻ ഈ GSM അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മെയിനായിട്ടും ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. എക്സ്പ്ലെയിൻ GSM എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ GSM ആർക്കിടെക്ചർ വിത്ത് നീറ്റ് ഡയഗ്രം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ഇങ്ങനെയായാലും 10 മാർക്ക്, മാക്സിമം 10-15 മാർക്കിനൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി ഏകദേശം 15 മാർക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങൾ GSM റേഡിയോ സബ് സിസ്റ്റംസ് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് ഇതൊന്നും ആവശ്യമുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന വിധത്തിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. അപ്പോൾ ഇത്രയാണ് GSM ആർക്കിടെക്ചറിനെ പറ്റി പറയാനുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി വീഡിയോയുടെ താഴെ. And that's all about today's class. So see you in the next class.